നമസ്കാരം. തന്റെ അധികാരകാലത്ത് അവതാരങ്ങളെ വാഴാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരുന്നത്. എന്നാൽ 10 വർഷത്തെ പിണറായി ഭരണം പൂർത്തിയാകുമ്പോൾ അവതാരങ്ങളുടെ അയ്യരുകളി തന്നെയാണ് കേരളത്തിലുണ്ടായത്. ഈ അവതാരങ്ങളിൽ പലരും അന്നത്തെ സർക്കാരിന് തീരാ തലവേദന സമ്മാനിച്ചാണ് മടങ്ങിയത്. പിണറായി ഭരണം മാറി UDF ഭരണത്തിലെത്തിയിട്ടും ഇത്തരം അവതാരങ്ങളുടെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിട്ടില്ല. പിണറായിയുടെ വിശ്വസ്തരായി നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ പലരും ഇപ്പോൾ പുതിയ ഭരണ നേതൃത്വത്തിന്റെ അടുക്കളപ്പുറത്തും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. VD സതീശന്റെ ചെവി തിന്നാൻ എത്തിയിരിക്കുന്ന ഈ തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തിയില്ലെങ്കിൽ സതീശന്റെ രാഷ്ട്രീയ തല തന്നെ ഇവർ കൊയ്യുമെന്ന മുന്നറിയിപ്പാണ് ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലത്തെ അവതാരങ്ങളിൽ പ്രധാനിയാണ് KSFയുടെ MD ഇൻചാർജായി തുടരുന്ന SK സനിൽ. നിരവധി അഴിമതി ആരോപണങ്ങളും ക്രമക്കേടുകളും ഉയർന്നിട്ടും സനിൽ KSFയുടെ കസേരയിൽ തുടരുകയാണ്. യാതൊരുവിധ യോഗ്യതയുമില്ലാതെ കോടികളുടെ ആസ്തിയുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ തലപ്പത്ത് തുടരുന്ന സനിലിന് പിന്നിൽ വലിയൊരു അഴിമതിയുടെ ചരിത്രമുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ പ്രാഥമിക പരിചയം പോലുമില്ലാത്ത ഇയാൾ എങ്ങനെയാണ് KSFയുടെ സർവ്വപ്രതാപിയായി മാറിയതെന്ന ചോദ്യം കഴിഞ്ഞ കാലത്ത് ഉയർന്നെങ്കിലും പിണറായി സർക്കാരിന്റെ കാലത്ത് ഇടതുബന്ധങ്ങൾ വഴി എല്ലാം സുഗമമായി പോയി. മുൻപ് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പെണ്ണുകേസിൽപ്പെട്ടാണ് CPM നേതാവ് P ശശിക്ക് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടമായത്. ഇതിനുശേഷമാണ് ശശിയെ KSF ചെയർമാനായി കുടിയിരുത്തുന്നത്. അന്ന് KSFയിൽ തനിക്ക് താല്പര്യമുള്ളവരെ തിരികെ കയറ്റാൻ ശശി പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിരുന്നു. HR മേഖലയിൽ മാത്രം പരിചയമുള്ള സനിലിനെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന DGM പദവിയിലേക്ക് കൊണ്ടുവരുന്നത് P ശശിയുടെ ഈ ആസൂത്രിത നീക്കത്തിലൂടെയായിരുന്നു. P ശശിയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചു പോകുന്ന സനിലിനെ 2018-ൽ കൂടുതൽ ഉയർന്ന പദവിയായ മാർക്കറ്റ് ഹെഡിന്റെ MD ആയി നിയമിക്കാൻ പിണറായി സർക്കാർ തയ്യാറായി. എന്നാൽ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ നിയമനം നടന്നത്. ഇതേ തുടർന്ന് ഒരു ജീവനക്കാരൻ നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് തസ്തികയ്ക്ക് യോഗ്യതയില്ലെന്ന് കണ്ട് സനിലിനെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയായിരുന്നു. ഹൈക്കോടതി കശക്കിയെറിഞ്ഞ് പുറത്താക്കിയിട്ടും സനിലിന്റെ യോഗത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാർക്കറ്റ് ഫെഡിനേക്കാൾ 100 ഇരട്ടി ഇടപെടൽ നടത്താൻ കഴിയുന്ന ആസ്തിയുള്ള KSFയുടെ മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജായി ഇയാളെ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ നിയമിച്ചു. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി 685ഓളം ശാഖകളുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ അമരത്തിരുന്ന സനിലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. CSR ഫണ്ട് വിനിയോഗത്തിന്റെ പേരിൽ കോടികളുടെ വെട്ടിപ്പാണ് KSFയിൽ നടന്നതെന്നാണ് ആരോപണം. ഇതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് റിപ്പോർട്ടുണ്ടായിട്ടും അത് മുക്കപ്പെടുകയായിരുന്നു. CSR ഫണ്ട് വകമാറ്റിയതടക്കം നിരവധി ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. ഇതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് KSF ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ക്രമക്കേടുകൾ അടങ്ങിയ ഫയലുകൾ മുഖ്യ സംഭവം. ഭരണം മാറുമെന്ന് ഉറപ്പായതോടെ ഈ ഫയലുകളെല്ലാം ബ്രാഞ്ചിലേക്ക് തിരിച്ചയച്ച് അന്വേഷണം അട്ടിമറിക്കാനും ഇയാൾ മുൻകൈ എടുത്തു. കൂടാതെ പ്രവാസി ചെട്ടി സോഫ്റ്റ്വെയറിന്റെ പേരിലടക്കം തട്ടിപ്പ് നടത്തിയെന്ന ആക്ഷേപങ്ങളുണ്ട്. ഹൈക്കോടതി തള്ളിയ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഭരണമാറ്റമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സതീശൻ സംരക്ഷിക്കുന്നതെന്ന പ്രസക്തമായ ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നത്. സർക്കാരിൽ പല കാര്യങ്ങളിലും മെല്ലപ്പോക്കാണ്. പല സുപ്രധാന നിയമനങ്ങളടക്കം നടന്നു വരുന്നതേയുള്ളൂ. ഈ പശ്ചാത്തലത്തിൽ KSF MDയുടെ സ്ഥാനത്ത് പുതിയ ആളെ നിയമിക്കുന്ന കാര്യത്തിലടക്കം സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് നേതാക്കളടക്കം തെളിവ് സഹിതം പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് സനിലിനെ KSF MD പദവിയിൽ നിന്ന് തെറിപ്പിക്കാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറാകാത്തതെന്ന ചോദ്യവും ഉയരുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ പേര് പറഞ്ഞ് ആനുകൂല്യങ്ങൾ പറ്റാനും പുതിയ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടാനും സനിലിനെ പോലുള്ള അവതാരങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ വലിയ അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ അഴിമതി ആരോപണ വിധേയനായ ആളെ എത്രയും വേഗം തലസ്ഥാനത്ത് നിന്ന് പുറത്താക്കി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ലെങ്കിൽ പിണറായിക്ക് സംഭവിച്ചതുപോലെ സതീശന്റെയും രാഷ്ട്രീയ പ്രതിച്ഛായ ഇവർ തകർക്കുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്.